അപ്പോൾ കുരിശിൻ്റെ വഴിയിൽ എല്ലാവർക്കും നല്ല നമസ്കാരം. ദിനദരികൃതവും ആരംഭിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ VIP സംസ്കാരം അവസാനിപ്പിക്കാൻ വാഹനത്തിന് മുകളിലെ ചുവന്ന ബീക്കൺ ലൈറ്റ് മാറ്റണമെന്നാണ് കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനം. നല്ലത്. ബന്ധു നിരോധിച്ചപ്പോൾ ഹർത്താൽ വന്നതുപോലെ മറ്റ് ഉടായ്പകളിലൂടെ VIPകൾ ഇറങ്ങാതിരുന്നാൽ മതിയായിരുന്നു. എസ്കോർട്ടുകളുടെ എണ്ണം കൂട്ടിയും 2 നീല ലൈറ്റുമൊക്കെ വെച്ചും ഇനി ചില തരികിട VIPകൾ ഇറങ്ങും. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ പറയും ഏതെങ്കിലും ഒരു എലിവിഷൻ കമ്മീഷൻ്റെ ചെയർമാൻ്റെ അമ്മായിയുടെ മോനാണ് എന്ന്. അത്തരം VIPകളെ നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു കുരിശു നാട്ടി നമ്മുടെ ഈ ആഴ്ചയിലെ കയ്യേറ്റം അങ്ങോട്ട് തുടങ്ങുകയാണ്. ക്രിസ്തുവിനെ ആനയിക്കുന്നവർ ഒരു വിഭാഗമേ ഉള്ളുവെങ്കിലും ക്രിസ്ത്യാനികളിൽ ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ട്. കുരിശു വരച്ച് സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന സാധാരണക്കാർ മുതൽ കുരിശു നാട്ടി കയ്യേറ്റം നടത്തുന്നവർ വരെ. കർത്താവ് കുരിശിലൂടെ കയ്യേറ്റം നടത്തിയതായി ലോകത്ത് ഒരിടത്ത് ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ പാപ്പാത്തിച്ചോലയിൽ ഏത് സ്പിരിറ്റിലായാലും കുരിശു നാട്ടി വിശ്വാസികളെ വഞ്ചിക്കുന്നത് ഹാ കഷ്ടം എന്ന് കുരിശേന്തുന്ന എല്ലാ പിതാക്കന്മാരും പറഞ്ഞു. എന്നാൽ ഒരു കുരിശ് കർത്താവില്ലാതെ മറിഞ്ഞു വീഴുന്നതിലെ രാഷ്ട്രീയ അപകടം മുഖ്യമന്ത്രിക്കറിയാം. മുഖ്യൻ കുരിശു വരയ്ക്കുന്നത് കണ്ടപ്പോൾ സ്വന്തം പണി പോകുമെന്ന് കരുതി കുരിശു വരയ്ക്കുന്നവരെയും ഇപ്പോൾ കാണാം. ഇപ്പോൾ നടക്കുന്ന കുരിശിൻ്റെ വഴിയിലെ ഈ തട്ടിപ്പുകൾ നടത്തുന്നവരോട് കർത്താവിൻ്റെ നാമത്തിൽ പറയട്ടെ, നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അവരോട് പൊറുക്കരുതേ കർത്താവേ. തല്ലിയാളിതാന്ന് പറയുന്നുണ്ടല്ലോ. സബ് കളക്ടറെ വിളിച്ച് അനുമോദിച്ചു എന്ന് പറയുന്നത് റവന്യൂ മന്ത്രി കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു. കളക്ടറെ, ഇന്നാട്ടിലെ ജനാധിപത്യ സെറ്റപ്പില് പ്രോട്ടോകോളിന്റെ ഏത് തട്ടിൽ വെച്ച് അളന്നാലും ശരി, തന്റെ ഈ IAS എന്ന 3 അക്ഷരത്തേക്ക് തൂക്കം വരുവോ ജനപ്രതിനിധിക്ക്? ഡോൺ പ്രിറ്റൻഡ് അതർവൈസ്. അല്ലെങ്കിൽ എപ്പോഴും ഒരു എല്ല് കൂടുതലായാക്ക്. കളി എന്നോടും വേണ്ട സർ, ബിക്കോസ് ഐ ഹാവ് an extra bond. As you said, ഒരു എല്ല് കൂടുതലാണ് എനിക്ക്. And don't you ever learn to forget that. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അവിടെ നിലനിൽക്കും. നിയമവിരുദ്ധമായി നടത്തുന്നവരാണ് എന്ന് ആരെങ്കിലും പറഞ്ഞതുകൊണ്ടാവില്ല. നിയമവിരുദ്ധമാണെന്ന് ആരെങ്കിലും തെളിയിക്കുമ്പോഴാണ് അതിലെന്തെങ്കിലും നടപടിയുണ്ട്. രാഷ്ട്രീയക്കാരോട്, അതും ഭരണപക്ഷമാണ്, ഒരു ബഹുമാനമൊക്കെ കാണിക്കും. ഇപ്പം സാറിന് ഒരു ട്രാൻസ്ഫറിൻ്റെ ആവശ്യമൊക്കെ വന്നാൽ ഞങ്ങളൊക്കെ തന്നെ വേണ്ടേ എന്ന് പറഞ്ഞ് സാറിനെ സ്ഥലം മാറ്റിക്കളയും എന്നൊന്നുമല്ല. ഈ നിലയിൽ കൂടാലയുടെ ഭാഗമായി നടത്തുന്ന ഒരു സബ് കളക്ടറുടെ കാര്യം മനസ്സിലാക്കാതെ, പോലീസിനെ വിളിക്കാതെ, പത്രമാധ്യമത്തിന് വിളിച്ച് അവിടെ നിർത്തി ഈ ഷോ കാണിക്കേണ്ട ഒരു കാര്യമില്ല. ട്രാൻസ്ഫർ നീ ഉണ്ടാക്കും കുറെ. എടാ, പോസ്റ്റ് ഗ്രാജുവേഷനും MPhilഉം കഴിഞ്ഞ കോളേജ് അധ്യാപകനായിരുന്നു ഞാൻ. ആ ജോലി വേണ്ടെന്ന് വെച്ചാൽ SI ടെസ്റ്റ് എഴുതി 1ാം റാങ്ക് മേടിച്ച് ഈ പണിക്ക് വന്നതേ. നിന്നെപ്പോൾ ഊലാമ്പികൾക്ക് ചെരക്കാനല്ല. വേണ്ടെന്ന് വെച്ചപ്പോ എനിക്ക് ആസന തലകേറി നേരം വണ്ടി കൂട്ടി തള്ളം. വേടാ, ഇനി നീ വലിയ വയൽ വർത്തമാനം പറഞ്ഞ എന്റെ കാലെ പിടിച്ചും പിച്ചലടിക്കും. നിനക്കെന്റെ സ്വഭാവം അറിയാൻ പാടാത്തോണ്ടാണ്. ഹരഹര തീവ്രം വീക്ഷണം ഘനഘനനാദേ ഭാഷണം ബഹുവിധ കർമ്മം ആത്മനിഷ്ഠം കൽപ്പിതം. ഹരഹര തീവ്രം വീക്ഷണം അലസവിഹീനം സ്ഥാപിതം അതിബലഗാത്രം സൂക്ഷ്മനേത്രം സത്യയുക്തം സർവദാ സുസന്നദ്ധം സുരക്ഷാർത്ഥം സുസന്നദ്ധം സുരക്ഷാർത്ഥം. ഇന്നത്തെ ഒഴിപ്പിക്കൽ നടപടി എന്ന് പറഞ്ഞാൽ ഒരു ഒഴിപ്പിക്കലും നടത്തിയിട്ടില്ല. ഇതവിടെ ഒരു ചീഫ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി നടത്തിയിട്ടുള്ളൊരു നാടകമാണ്. വേറെ എന്താ അവിടെ നടന്നിരിക്കുന്നത്? അവിടെ ഒരു കുരിശ്, ആ കുരിശെന്ന് പറയുന്നത് ഈ ദുഃഖവെള്ളിയാഴ്ച എല്ലാ വർഷങ്ങളിലും ആ മല മാത്രമല്ല എല്ലാ മലയുടെ മണ്ടയ്ക്കും അവർ യാത്ര നടത്താറുണ്ട്. അവിടെ എല്ലാം കുരിശുണ്ട്.
അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അത് മാത്രമേ ഉള്ളൂ, അവിടെ വേറെ ഒന്നും നടന്നിട്ടില്ല. തന്റെ കമ്പനി ആകെ തകർന്നിരിക്കുകയാണെന്ന് കേട്ടല്ലോ, എന്ത് പറ്റിയിടൂ? ഓ, ഒന്നും പറയണ്ട എന്റെ പിള്ളേച്ച. ചില എംബോക്കികള് പാറയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയല്ലേ, അതുകൊണ്ട് കമ്പനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ആ ശരിയാ, ഞാനും ഒരു തരത്തിൽ പിടിച്ചു നിൽക്കുന്നേ ഉള്ളൂ. അവിടെ ഉണ്ടായിരുന്ന ഒരു കുരിശ് തകർക്കുകയും അങ്ങനെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ നിലയെടുക്കുകയും ചെയ്തു. ഇതിൽ സർക്കാരിന്റെ അതൃപ്തി ജില്ലാ ഭരണ നേതൃത്വത്തെ കാലത്ത് തന്നെ അറിയിച്ചിട്ടുണ്ട്. മൂന്നാറിൽ ചെയ്യണ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടിയായി സർക്കാർ മുമ്പ്. എന്തുകൊണ്ടാണോ എനിക്ക് നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവന്റെ നെഞ്ചത്തടിച്ച് വെച്ചു. പൊതുവായിട്ട് നമ്മൾ പറയുമ്പോൾ ഒരിക്കലും സഭ ഈ കയ്യേറ്റങ്ങളുടെയോ അല്ലെങ്കിൽ അതുപോലുള്ള നിയമലംഘനങ്ങളുടെയോ ഭാഗത്ത് ഒരിക്കലും സഭ നിൽക്കുന്നില്ല. കുരിശ് പൊളിച്ച് കളയുന്നതിനെ അല്ല എതിർത്തത്, കുരിശ് പൊളിച്ച് കളയുന്നതിനെ അല്ല, ആ കുരിശിനെ തന്നെ സംബന്ധിച്ച് സഭ ഓൺ ചെയ്യുന്ന ഒരു കുരിശല്ലല്ലോ അതാ. നിനക്കത് ശരിയാണെന്ന് തോന്നില്ലേ തങ്കച്ച? അച്ചോ, കയ്യേറ്റം ഏത് രൂപത്തിലുള്ളതായാലും, അത് കുരിശിൻ്റെതായാലും മറ്റെന്തിൻ്റെതായാലും അത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നുപോയിട്ടുണ്ട്. പണ്ട് ഈ RSSകാര് ഊരിപ്പിടിച്ച വടിവാളുകളുമായി നടന്ന സമയത്ത് ഒരു കുരിശെടുത്ത് കാട്ടിയാൽ പോരായിരുന്നു. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന് ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് KM മാണി സാർ കാരണമാണെന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാരും UDFകാരും ഉള്ള നാടാണ് നമ്മുടേത്. എന്നിട്ടും UDF വിട്ട മാണി സാർ മടങ്ങി വരണമെന്ന് മിക്ക കോൺഗ്രസ് നേതാക്കളും ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിൻ്റെ യുക്തി മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ തന്നെ കോൺഗ്രസിൽ എന്ത് യുക്തി? ഇതാ മാണി സാറിനെ ചൂണ്ടയിടാനുള്ള MM ഹസൻ എന്ന KPCC ചുമതലക്കാരൻ്റെ നീക്കം കടുത്ത ശോകത്തിൽ അവസാനിച്ചിരിക്കുന്നു. കോൺഗ്രസിനെ വീണ്ടും മാണി സാർ കളിയാക്കുന്നു. KPCC പ്രസിഡന്റിനുള്ള കഷ്ടഗാനമാണ് ഇനി. മാണി സാറ് മടങ്ങി വരണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നവരും അഭിപ്രായപ്പെടുന്നവരുമാണ് ഞങ്ങളെല്ലാം. UDF ഒറ്റക്കെട്ടായി. പോയ വസന്തങ്ങൾ വീണ്ടും വരുമോ എന്ന നാടകത്തിലെ ആ ശോകാനമില്ലേ, ഞാൻ സ്റ്റേജ് പാടി വിളിച്ചത്, അതൊന്ന് പാടും. എന്ത് പറ്റി ശ്രീരേട്ടാ? എന്റെ മനസ്സിനൊരു സമാധാനമില്ല, ഒന്ന് പാടും. പ്രസിഡന്റ് ക്ഷണിക്കേണ്ട കാര്യമില്ല, ഓപ്പൺ ഇൻവിറ്റേഷൻ കിടക്കാം, വാതിൽ കൊട്ടി എടുത്തിട്ടില്ല. ജാലകങ്ങൾ മൂടിയെന്നോ നീയകന്നു പോയി, നീയകന്നു പോയി. കുറച്ചുകൂടെ ശോകം വരട്ടെ, ശോകം. ഇല പൊഴിയും ശിഖരമോടൻ മോഹമാമരം, ഇല പൊഴിയും ശിഖരമോടൻ മോഹമാമരം, അങ്കണക്കോടിലാലംബഹീനമായി നിൽക്കുന്നു മൂകമായി, ശോകമൂകമായി. ദയവായി അങ്ങനെ ചർച്ചയൊന്നും വേണ്ട. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഇപ്പം പ്രവർത്തിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ലല്ലോ. ഒരു അപേക്ഷയുമായി ആരുടെയെങ്കിലും മുമ്പിൽ ചെന്നിട്ടുണ്ടോ? കുറച്ചുകൂടെ ശോകം വരട്ടെ, ശോകം. ജാലകങ്ങൾ മൂടിയെന്നു നീയകന്നു പോയി, നീയകന്നു പോയി. എന്തു പറ്റി? അകലെ നിന്നായിരം കൈകളാൽ എന്നെ പൊതിയുന്നു മന്ദസമീരൻ, ആ കുളിർച്ചാമര കാറ്റിലൂടോർമ്മയിൽ ഇളകുന്നുണ്ടോ മനെ നിന്റെ കാൽസരം. അല്ല, മാണി സാറിന്റെ കാര്യത്തിൽ നേരത്തെ UDF നിലപാടുണ്ട്, ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഞങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ വേണോ വേണ്ടിയോ ഒന്ന് വേറെ ചർച്ച നടക്കുന്നത് വളരെ തമാശായൊരു കാര്യമാണ്.
കുറച്ചുകൂടെ ശോകം വരട്ടെ. ശോകം. ജാലകങ്ങൾ മൂടിയെങ്ങോ നീയകന്നു പോയി, നീയകന്നു പോയി. കുറച്ചുകൂടെ ശോകം വരട്ടെ. ശോകം. ആയലിൻ മാറിലെ പാമരത്തോണിയിൽ അലയും നിന്നോമനേ, ഏകനായി ഞാൻ.